ഹലോ. ഇന്ന് രാവിലെ തന്നെ കണ്ട ഒരു ന്യൂസാണ്. വീട്ടിൽ വെച്ച് യുവാവ് ഭാര്യയുടെ പ്രസവം എടുത്തു. കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് നൽകാനാവില്ലെന്ന് അധികൃതർ. കോഴിക്കോട് കട്ടൂളി സ്വദേശി മുഹമ്മദ് ഷറഫാണ് വീട്ടിൽ വെച്ച് ഭാര്യയുടെ പ്രസവം സ്വന്തമായി എടുത്തത്. മരുന്നുകളിൽ വിശ്വാസമില്ലാത്തതിനാലാണ് ആശുപത്രിയിൽ പോകാതിരുന്നതെന്നും അക്യുപങ്ക്ചർ പഠിച്ച തനിക്ക് പ്രസവം എടുക്കുന്നതിനുള്ള അറിവുണ്ടെന്നും മുഹമ്മദ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഇതിൽ കുറേ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പലരും. അപ്പൊ ഈ പോസിറ്റീവ് ഇതൊക്കെ ഇവരെ സ്വന്തം അറിവിന്റെ വെളിച്ചത്തിലാണോ എന്തടിസ്ഥാനത്തിലാണോ മെസ്സേജ് ഇട്ടത് അങ്ങനെ എന്നറിയില്ല. എന്തായാലും എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറെ കാലങ്ങളായിട്ട് ഞാൻ അത് ആരോടെങ്കിലൊക്കെ പറയണം, എൻ്റെ സുഹൃത്തുക്കളോടോ കിട്ടുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഗർഭിണിയൊക്കെ കണ്ടാല് പറയാൻ പറ്റിയൊരു സാഹചര്യമാണെങ്കിൽ ഞാനത് പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ മൂന്ന് പ്രസവം പ്രസവിച്ചതാണ്. സുഖപ്രസവം എന്ന പ്രസവത്തിന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പഴയ കാലങ്ങളിലായിരുന്നു ഈ സുഖപ്രസവം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. ഇന്നാരും പ്രസവത്തിന് സുഖപ്രസവം എന്ന് പറയാറില്ല. അതിന്റെ കാരണം എന്താണ്? പഴയ കാലത്ത് അത് സത്യത്തിൽ ഒരു സുഖപ്രസവം ആയിരുന്നു. കാരണം പ്രസവിക്കാന് പ്രസവത്തിന്റെ അങ്ങേ തല എത്തുന്ന സമയത്ത് മാത്രമാണ് അവർ പ്രസവിക്കാറുള്ളൂ. അതായത് ഇപ്പൊ ഒരു മാവിൽ ഒരു മാങ്ങ പഴുത്ത് അതിന്റെ നെട്ടൊക്കെ പഴുത്ത് അതിങ്ങനെ ആയിട്ടത് വീഴുന്നതും നമ്മൾ ഒരു കല്ലുകൊണ്ടും മറ്റേ തോട്ടികൊണ്ടൊക്കെ കുത്തി അതിനെ ഇളക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറെന്റ്. അപ്പൊ അതുപോലെയാണ് ഇന്നത്തെ പ്രസവം അന്നത്തെ പ്രസവം. എന്ന് പറഞ്ഞാല് പ്രസവം എന്ന് പറഞ്ഞാല് വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ അത് മൂത്ത് പഴുത്ത് ആകാറായി അത് തനിയെ വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മൂക്കുന്നതിന്റെ മുന്നേ, അതായത് തണ്ടോ അതിന്റെ മാങ്ങ പോലും പഴുക്കാത്ത ഒരു സമയത്ത് അതിനെ ഇങ്ങനെ തല്ലി അതിന്റെ കറയൊക്കെ വരുന്ന ഒരു ടൈമിൽ അതിങ്ങനെ എടുത്ത് പറിച്ചെടുക്കണ പോലെയാണ് ഇന്നത്തെ പ്രസവവും അന്നത്തെ പ്രസവവും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്താണ്. അതിൽ ഇത്രത്തോളം ആധികാരിക ഉണ്ടെന്നോ അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ അതിനെ കുറിച്ചൊന്നും വലിയ അറിവുള്ള ഒരാളുമല്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പ്രസവം ഞാൻ ഏകദേശം ഒരു 20ാമത്തെ വയസ്സിലാന്ന് തോന്നുന്നു. 17 ഒരു 19ാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും. ആ സമയത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ പ്രസവം. അപ്പോൾ പ്രസവത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ പലപ്പോൾ ഭയങ്കര അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേടിണ്ടായിരുന്നു. പിന്നെ പൊതുവെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ധൈര്യത്തോടെ സ്വീകരിക്കുന്നതും കുറച്ച് സാഹസിക മനോഭാവം ഉള്ളതുകൊണ്ടും ഞാനിങ്ങനെ പ്രസവത്തിനെ ഭയങ്കര കൗതുകകരമായിട്ട് ഞാനിങ്ങനെ നോക്കിക്കാണായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അതായത് ഭയങ്കര ബോൾഡായിട്ടും എന്ത് പ്രതിസന്ധികളെയും അത്രയും എന്തൊക്കെ വലിയൊരു വേദന ഉണ്ടെങ്കിലും ഭയങ്കര കടിച്ചമർത്തുന്ന ഒരു ഫ്രണ്ട്. അപ്പൊ എൻ്റെ പ്രസവത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇതിനൊക്കെ ഭയങ്കര ലാഘവത്തോടെ കാണുന്നുണ്ട്, വിചാരിക്കണ പോലെ ഞാനൊന്നും ഇനി മേലാൽക്ക് പ്രസവിക്കില്ല, അത്രയും ഭയാനകരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്, ഇനി മേലാലിൽ ഞാൻ പ്രസവിക്കുള്ളൂ. ഓള് പിന്നീട് 2 പ്രസവിച്ചത് വേറെ കാര്യം. എന്നാലും ആ സമയത്ത് എന്നോട് അങ്ങനെ അപ്പം എനിക്ക് ഭയങ്കര കളി. കാരണം ഇവളൊക്കെ അത് പറയണം. കാരണം നോർമൽ ഒരു ആള് അല്ല അവള്. കാരണം അത്രയും ഒരു പവറാണ് ആ സമയത്ത്. അപ്പൊ അങ്ങനത്തെ ഒരാൾ ഈ രൂപത്തിലുള്ള ഒരു അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അങ്ങനെ ഏതായാലും ഒരു രാത്രി പ്രസവ വേദന തുടങ്ങി. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുകളിലും അതുപോലെ മരുന്നുകളിലൊന്നും ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാനത് കടിച്ചു പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വേദനയായിരുന്നു. അതിങ്ങനെ വേദന വന്ന് തലേന്ന് രാത്രി എങ്ങാനും വേദന വന്ന് പിറ്റേന്ന് അത് പലവട്ടം ഉമ്മ അങ്ങനെ, കാരണം ഞങ്ങൾ ആ സമയത്ത് മലപ്പുറം ഹോസ്പിറ്റലാണ് പോവാൻ കരുതിയിരുന്നത്, അപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, പിന്നെ നമ്മൾക്ക് പോവാൻ, കാരണം മലപ്പുറത്ത് എത്തണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏതായാലും ഞാൻ എൻ്റെ ഒരു നിർബന്ധത്തിന് പ്രസവം അടുക്കുന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയി കിടക്കണതിനോട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തു. ഏകദേശം ഒരു രാത്രി ഒരു 10-11 മണിക്ക് തുടങ്ങിയ വേദന പിറ്റേന്ന് രാവിലെ ഞാൻ ആ സമയത്തൊക്കെ മുറ്റം നല്ലോണം അടിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് മുറ്റുണ്ട്. ആ മുറ്റം ഇങ്ങനെ അടിച്ചു വരുമായിരുന്നു. അപ്പോൾ ആ മുറ്റം ഫുള്ള് അടിച്ചു വരും. ഒരു 12 മണി ആയപ്പോഴേക്കാണ് മുറ്റം ഫുള്ള് അടിച്ചു വരി കഴിഞ്ഞത്. കുറേ വേദന വരും, ഞാൻ അവിടെ നിൽക്കും. കുറച്ച് സമയം അടിച്ചു വരും, വേദന വരും, ഞാൻ അവിടെ നിൽക്കും. ഇങ്ങനെ ഈ രൂപത്തിൽ ഏതായാലും ഒരു 4 മണി സമയത്ത് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ മറ്റു പ്രസവങ്ങൾക്ക് എനിക്കുണ്ടായിരുന്നു ഈ ഗ്ലൂക്കോസ് കയറ്റുന്ന മരുന്ന് കയറ്റുക, അതുപോലെ വയറ് കഴുകുക, അങ്ങനത്തെ പരിപാടികളൊന്നും അവിടെ നടത്തിയില്ല. ഞാൻ ജസ്റ്റ് ചെന്നു,
വളരെ സിമ്പിളായിട്ട് പ്രസവിച്ചു പോന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്തു ഇവരൊക്കെ എന്താണ് പറയുന്നത്, ഇത്രയും സിമ്പിളായിരുന്നോ പ്രസവം, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പ്രസവിക്കും, ഇവരൊക്കെ പിന്നെ എന്താന്നൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പൊ പിന്നെ ആര് പ്രസവത്തിനെ പറ്റി പറയുമ്പോഴും ഞാൻ വിചാരിച്ചു ഭയങ്കര സിമ്പിൾ അല്ലേ, എന്താ അപ്പോൾ അതൊരു വിഷയമാണോ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലായിരുന്നു. അപ്പൊ ഇതിന്റെ തൊട്ട് ഇതിൽ കിടക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ അലറി കരയണൊക്കെ ഉണ്ടായിരുന്നു. അവർ 4ാമത്തെ 5ാമത്തെ ഒക്കെയാണ് പ്രസവം, പക്ഷെ അവരിങ്ങനെ അലറി കാണാം. അപ്പൊ ആ ഡോക്ടർ ഇന്നിങ്ങനെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു, ആ കുട്ടി ഫസ്റ്റത്തെയാണ്, ഒരു കുഴപ്പമില്ലാതിരിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇത്രയും വേദനയൊക്കെ, എന്തിനാണ് അങ്ങനെയൊക്കെ. പിന്നീട് 2ാമത്തെ ആയപ്പോൾ ഇതേ ലാഘവത്തോടെ ഞാൻ എടുത്തത്, കാരണം എന്നെ സംബന്ധിച്ച് ആദ്യത്തേത് ഇതല്ലല്ലോ. അപ്പൊ അന്നൊരു പെരുന്നാളിന്റെ സമയം, ഞങ്ങളെ സംബന്ധിച്ച് പെരുന്നാളൊക്കെ ഒരു സീസൺ ടൈമാണല്ലോ ഒരു ബ്യൂട്ടീഷ്യൻ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പെരുന്നാളാണ് നാളെ, അപ്പൊ അതിന് മുന്നേ പോയി നോക്കാം, ഹോസ്പിറ്റലിൽ പോവാം, കാരണം പെരുന്നാളിനൊക്കെ എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് വിഷയമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അന്ന് ഇവിടെ മലപ്പുറത്ത് MBH ഹോസ്പിറ്റൽ, അവിടെ ആ സമയത്ത് ഒരു നല്ലൊരു ഡോക്ടർ, എന്തോ സോഫിയ അങ്ങനെ എന്തോ ഒരു ഡോക്ടറെ കാണിക്കണം എന്ന്, നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ അപ്പോയിൻമെന്റ് എടുത്തത്. പക്ഷെ ആ സമയത്ത് ആ ഡോക്ടർ ലീവിന് പോവുകയും വേറെ ഒരു ബിനു എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ഡ്രാക്കുള, എനിക്ക് സത്യം പറഞ്ഞാൽ അവരങ്ങനെ വിളിക്കാനാണ് താല്പര്യം, ഒരു ഡ്രാക്കുള ഡോക്ടറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു കണ്ണുചോരല്ലാത്ത ഒരു സ്ത്രീ കാണാൻ. അപ്പൊ ഞാൻ ഫസ്റ്റ് കണ്ട് അവരെ വീട്ടിൽ പോയിട്ടാണ് അപ്പോയിൻമെന്റ് എടുത്തതും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നല്ല സ്വഭാവം, നല്ല സുന്ദരി, നല്ല സ്വഭാവം, എല്ലാം കൊണ്ടും സ്വഭാവം. പക്ഷെ ഹോസ്പിറ്റലിൽ ആ പ്രസവിക്കുന്ന സമയത്ത് ഇവരെ സ്വഭാവം ഒരു എന്താ പറയാ ഒരു ക്രിമിനൽ മൈൻഡ് പോലെ എനിക്ക് തോന്നി. കാരണം ഇവർക്ക് ഓപ്പറേഷൻ, എന്നോട് കുറെ പറഞ്ഞു ഇതിങ്ങനെ കുറച്ച് റിസ്ക് ആണ് പ്രസവം, നല്ല രീതിയിൽ നടക്കുന്ന മട്ടല്ല, നമുക്ക് ഓപ്പറേഷൻ ആക്കിയാലോ, എന്നോട് കുറെ നിർബന്ധിച്ചു. പക്ഷെ ഞാൻ ഈ പ്രസവം എനിക്ക് വിഷയം അല്ലാത്തത് കാരണം പിന്നെ ഓപ്പറേഷൻ എനിക്ക് പേടിയായിരുന്നു. എന്തിനാ നമ്മൾ വെറുതെ ശരീരം കീറി മുറിക്കണമെന്നുള്ള ഒരു അനുഭവം കൊണ്ട് ഞാൻ ഓപ്പറേഷൻ വേണ്ട എന്നുള്ളതിൽ തന്നെ ഉറച്ചു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവരിങ്ങനെ നമ്മള് പരിഹസിക്കണ പോലെ എന്തൊക്കെയോ അവരിങ്ങനെ പലവട്ടം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഞാൻ വേദന കൊണ്ട് കരയുമ്പോൾ എന്നോട് വന്നിട്ട് ചോദിക്കണം എന്താ ഓപ്പറേഷൻ ആക്കട്ടെ, എന്താ ഓപ്പറേഷൻ ആക്കട്ടെ, എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ലാസ്റ്റ് എന്നോട് വന്നിട്ട് ചോദിച്ചു, നമ്മൾ ആ സമയത്തൊക്കെ നമ്മോട് ആ രൂപത്തിൽ സംസാരിക്കാൻ പറഞ്ഞാൽ ഒരു ക്രൂവൽ മൈൻഡുള്ള ഒരാൾക്കേ പറ്റുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. പിന്നെ അവരെ സംബന്ധിച്ച് അവരിത് ഡെയിലി കാണുന്നതായിരിക്കും, നമ്മളെ സംബന്ധിച്ചാണല്ലോ ഇത് വലിയ കാര്യം. അപ്പോൾ ഇവരിങ്ങനെ എന്നോട് വന്നിട്ട് സംസാരിച്ചു, എന്താ തീരുമാനം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് തീരുമാനം, അല്ല പ്രസവിക്കാൻ ഓപ്പറേഷൻ ആക്കട്ടെ. ഞാൻ പറഞ്ഞു എന്ത് പ്രസവിക്കുക അല്ല എന്താ എന്ന് പറഞ്ഞു. കുറച്ചൊരു റഫായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവരങ്ങ് പോയി. പിന്നീട് ലേബർ റൂമിൽ പ്രസവിക്കുന്ന ആ സമയത്തും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇവരിങ്ങനെ കുറച്ച് ഇതേ സ്വഭാവമുള്ള കുറച്ച് നഴ്സുമാർ ഇവരിങ്ങനെ സീരിയൽ കഥ പറയണു. എന്നിട്ട് ഇവരിങ്ങനെ ആ സമയത്ത് ഇവരെന്തോ സീരിയലിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കേട്ട് കിടക്കണുണ്ടാവും, ഇങ്ങനെ കിടക്കണമെന്നും വിചാരിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ നമ്മളിങ്ങോട്ട് പരിഹസിക്കുന്ന രൂപത്തിൽ. പിന്നീട് എപ്പോഴെങ്കിലും പിന്നെ നമ്മൾ പ്രസവം കഴിയുമ്പോൾ നമ്മൾ ആരോഗ്യസ്ഥിതി മൊത്തം നമുക്ക് ഈ ഒരു ഊർജും ഈ ഒരു ചോരത്തിളപ്പൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് അവിടെ ചെന്ന് അവരെ പൊട്ടിച്ചില്ല. ഇല്ലെങ്കിൽ ഇന്നത്തെ എന്നല്ല ആ സമയത്താണെങ്കിലും ഞാൻ അതിന് വില്ലിങ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ആ കുറച്ച് ഒരു 1-2 ദിവസം നമ്മളാകെ എന്താ പറയാ നമുക്കൊന്നിനും പറ്റാത്തൊരു മാനസികവും ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് പ്രതികരിച്ചില്ല. ഇന്ന് ഞാൻ ആരെ കാണുകയാണെങ്കിലും ഞാൻ ഈ കഥ പറയാറുണ്ട്. MBHലാണ് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ. പക്ഷെ ആ ഡോക്ടർ ഇപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലേ ഒന്നും ഞാൻ പിന്നീട് ആ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. അവിടുത്തെ ഹോസ്പിറ്റലിനെ കുറ്റം പറയുന്നത് നല്ലൊരു ഹോസ്പിറ്റലാണ്, ഈ ഡോക്ടറെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം അപ്പൊ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ മനുഷ്യമൃഗങ്ങളായിട്ടുള്ള ഡോക്ടേഴ്സാണ് ഒന്ന് പ്രസവം സങ്കീർണവൽക്കരിക്കണം എന്നുള്ള ഒരു കാര്യം. അത് പോട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പ്രസവിക്കണ്ടെന്ന് ഞാൻ 3ാമത്തേതായപ്പോൾ ഞാൻ തീരുമാനിച്ചു. എന്തിനാ നമ്മളെ പൈസയും കൊടുത്തിട്ട് നമ്മൾ ഇത്രയും വേദനയും ഇതൊക്കെ സഹിച്ചിട്ട്. ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ പിന്നെ ഇതിനൊരു കാര്യമുണ്ട്, കാരണം ഇത്രയും നമ്മൾ പൈസയും കൊടുക്കണം, പിന്നെ ഇവരെ എന്താ വായിലുള്ളത് കേൾക്കും വേണം എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു 3ാമത്തെ പ്രസവത്തിന്. അപ്പൊ 3ാമത്തെ പ്രസവത്തിന് ഞാൻ ഇവിടെ ചെമ്മാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഞാനാണെങ്കിൽ പൊതുവേ അങ്ങനെ ഹോസ്പിറ്റലിൽ മാസാമാസം പോകുന്ന ഒരു ടൈപ്പല്ല. ഒരു സ്കാനിങ് ചെയ്യുക, എന്തെങ്കിലും ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളാണ്. ഗുളികയും മരുന്നും കുടിക്കാറുമില്ല. അപ്പൊ ഇവര് ആദ്യം വന്ന് പിന്നെ 2-3-4 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ പോകണമെന്നുണ്ട്. എൻ്റെ ഒരു കെയർലെസ് സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നു, എനിക്കറിയില്ല. അവരെന്നോട് പറഞ്ഞു നിങ്ങൾ മെഡിക്കൽക്ക് പോയിക്കോളൂ. ഒരു 9ാം മാസം ഒക്കെ ആയപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ മെഡിക്കൽക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് വെള്ളം കൂടുതലാണ്. അപ്പൊ ഞാൻ ഈ വെള്ളം കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, വെള്ളം കൂടുതലാണെന്നുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ വെള്ളം കൂടുതലാണ്, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
എനിക്കപ്പോൾ ഒരു പൊതുവെ ഒരു വിശ്വാസക്കുറവുള്ളത് കൊണ്ട് ഞാൻ ഇവരുടെ അടുത്തുനിന്ന് കിട്ടിയ അതേ ഫയലുകൾ വെച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെയുള്ള വേറൊരു ഡോക്ടറെ കാണിച്ചു. അപ്പൊ അവരും ഈ അഭിപ്രായം തന്നെ പറഞ്ഞു. അപ്പൊ സംഗതി എന്താ, ഈ ഒരു ഫയല് കാണിച്ചിട്ടാണ് ഞാൻ അഭിപ്രായം ചോദിക്കണത്. അപ്പൊ പിന്നെ അതിലുള്ള അഭിപ്രായം അവരങ്ങ് പകർത്തി, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ രണ്ടാമത് മെഡിക്കൽക്ക് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഫയലുകൾ എടുത്തില്ല, ഫയലുകൾ മറന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പൊ ഞാൻ ഇങ്ങനെ വെള്ളം കൂടുതലാണെന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, പിന്നെ കുഴപ്പമൊന്നും കാണുന്നില്ല, നിങ്ങൾ എന്തായാലും ഡെലിവറിക്ക് ടൈം ആയിട്ടുണ്ട്, ഇവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഹോസ്പിറ്റൽ അലർജിയാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ദിവസം കിടന്നപ്പോൾ ഇങ്ങനെ എനിക്ക് ആകെ മടുത്തു, മതിയായി, ഞാൻ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായി. അങ്ങനെ ഞാൻ ഇവരെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിന്റെ കാലുവടിയൊക്കെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വേദന തുടങ്ങുന്ന സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഒരു ദിവസം 2 ദിവസം കിടന്നു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. എൻ്റെ ഡെലിവറിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റായ കണക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ടായിരിക്കും ഡേറ്റ്, അവര് എഴുതിയ ഡേറ്റും എൻ്റെ ഡേറ്റും കഴിഞ്ഞു. അപ്പം എല്ലാവരും എന്നെ പേടിപ്പിക്കാൻ തുടങ്ങി, ഡേറ്റ് കഴിഞ്ഞു, കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് കുട്ടിക്ക് ഇളക്കണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ശാരീരികമായിട്ട് ഒന്നും തോന്നണില്ല. അപ്പൊ ഇവരൊക്കെ എന്നെ ഇങ്ങനെ പേടിപ്പിക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് എൻ്റെ കുഞ്ഞാന്മാരും ഇവരൊക്കെ വിളിക്കോ, എന്താ എനിക്കൊരു ശ്രദ്ധ ഇല്ലാത്തത്, അങ്ങനെ പോയിക്കൂടെ, മെഡിക്കലിൽ അത്രയും ദൂരം പോകാനുള്ളതല്ലേ, അങ്ങനെ ഒരു 15-18 ദിവസത്തോളം ഞാൻ ഫസ്റ്റ് എന്നോട് ഡെലിവറി ആയിട്ടുണ്ട്, ഇവിടെ അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 18 ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ. അതന്നെ ഉമ്മാൻ്റെയും എൻ്റെ വീട്ടുകാരൊക്കെ, ഉമ്മാൻ്റെ വീട്ടുകാർ അവരൊക്കെ ആ സമയത്ത് ഭയങ്കര സപ്പോർട്ടായിട്ടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നിർബന്ധത്തിന് വഴങ്ങി. എനിക്കപ്പോഴും അറിയാം എനിക്ക് പ്രസവത്തിന് സമയമായിട്ടില്ല. ഈ ഒരു ഇത് എനിക്ക് മൈൻഡിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരപ്പം തന്നെ എന്നോട് ചോദിച്ചു, എന്തേ പ്രസവം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൂടേനാ, എന്തേ പോകുന്നു, ഡേറ്റ് ഒക്കെ എന്നോ കഴിഞ്ഞിരിക്കണല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത് അവർ വായിലുള്ളത് കേൾക്കണമല്ലോ. അങ്ങനെ ഏതായാലും പിന്നെ ഇഞ്ചക്ഷൻ അടിക്കും, ഈ വേദന വരാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ അടിക്കും, വേദന വരാത്ത ആളുകളെ സംബന്ധിച്ച്. അങ്ങനെ ഇവർ ഇഞ്ചക്ഷൻ അടിച്ചു. സ്വാഭാവികമായിട്ട് ഈ ഇഞ്ചക്ഷൻ അടിച്ച് ഇത്ര സമയം എന്നൊരു കണക്കുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പൊ ആ സമയം കഴിഞ്ഞാലാണ് വേദന വരിക. പക്ഷെ എന്നെ സംബന്ധിച്ചിപ്പോൾ നാളെയാണ് പ്രസവം ഇതിൻ്റെ ഒരു ഇതിൽ നടക്കേണ്ടത്. അപ്പൊ ഇന്നാണ് ഈ ഇഞ്ചക്ഷൻ അടിച്ചത്. നോർമൽ കേസിൽ പല ആളുകളും വരിക 1 ആഴ്ച 2 ആഴ്ച മുന്നെയാണ് ഈ ഇഞ്ചക്ഷൻ അടിക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ അടുത്തെത്തിയിട്ടാണ് ഈ ഇഞ്ചക്ഷൻ അടിച്ചതുകൊണ്ടായിരിക്കും എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ വേദന വന്നു. അപ്പൊ ഇവരെ കണക്കിൽ വേദന വരാനായിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ, എനിക്കാണെങ്കിൽ വേദന വന്ന് പ്രസവം ഇങ്ങനെ അടുത്ത് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് മനസ്സ് ഭയങ്കര. ഞാൻ ഇവരെ ഓരോരുത്തരെയും ഡിസ്റ്റർബ്, പിന്നെ മെഡിക്കൽ കോളേജിൽ നമ്മൾ വിചാരിക്കണ പോലെ അല്ല, നല്ല കണ്ണുചോരുള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും, പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും, പല ടൈപ്പ് ഡോക്ടേഴ്സ് ഇങ്ങനെ തെക്കും വടക്കും നടക്കും. നമ്മളത്ര മൈൻഡൊന്നും ചെയ്യൂല. പക്ഷെ എന്താ, ഞാൻ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഒരു ലേഡി ഡോക്ടർ, നല്ലൊരു ഡോക്ടർ എന്നോട് വന്നിട്ട്, പിന്നെ ഞാൻ സ്വൈര്യം തരേറ്റ് എന്നോട് അവിടെ ഒരു ഒരു ചെറിയൊരു ബെഞ്ചുണ്ട്, മൂലക്കലല്ല വരാന്തിയിൽ, ഹാളിൽ നിന്ന് അപ്പുറത്ത് കിടക്കണ വരാന്തിയിൽ ഒരു ബെഞ്ചുണ്ട്, അവിടെ കിടക്കാൻ പറഞ്ഞു. അപ്പൊ മറ്റേ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, എന്താ അവർക്ക് സമയമായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അവരങ്ങനെ ഇവിടെ കിടത്തിയെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അവരെ കൊണ്ട് ഒരു സ്വൈര്യമില്ല, അവരവിടെ കിടന്നോട്ടെ എന്ന് ഇവര് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കിടന്ന്, എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ അടുത്ത് അത്ര ഞാൻ പെയിൻ ആയിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഇവരാരും മെയിൻറ്റെയിൻ, കാരണം അവരെ സംബന്ധിച്ച് എനിക്ക് ടൈം ആയിട്ടില്ല. അപ്പോൾ അതിനും പല ഡോക്ടേഴ്സിനും ഞാനിങ്ങനെ അതിലൂടെ പോണവരും വെയ്യണവരൊക്കെ ഇങ്ങനെ കാലുവടിയും പിടിക്കുന്നുണ്ട്, എന്നെ ഒന്ന് ശ്രദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാലുവടിയും പിടിക്കണം. പക്ഷെ ആരും മെയിൻറ്റെയിൻ. അപ്പം അതിലൊരു ജെൻസ് ഡോക്ടറെ കൈ പിടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വലിച്ചു. ഞാൻ പറഞ്ഞു, എന്താണ് എനിക്ക് ഇത് ഡെലിവറി ആയിക്കണോ, എന്താ എന്തെങ്കിലും ഒന്ന് ചെയ്യും, ഞങ്ങളുടെ മാറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പം അവർ എന്നോട് പറഞ്ഞു. അപ്പം അവർ എന്താണ്, നമ്മൾ വിരലിട്ടിട്ടൊക്കെ നോക്കും, അങ്ങനെയൊക്കെ നോക്കി. ഉള്ളു പരിശോധനയൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു കുട്ടി തിരിഞ്ഞു വരണ്ടേ. അവർ പറഞ്ഞ ഡയലോഗാണ് കേട്ടോ, കുട്ടി തിരിഞ്ഞു വരണ്ടേ, കുട്ടി ഇങ്ങനെ കിടക്കുന്ന കുട്ടി ഇങ്ങനെ വരണ്ടേ, ഇങ്ങനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇതിലൂടെയൊക്കെ ഒന്ന് നടക്കൂ, ഒരു കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വരൂ, ഈ രൂപത്തില്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും കുട്ടി തിരിഞ്ഞു വന്നാലേ നമുക്ക് പ്രസവം നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇയാളിത് പറഞ്ഞ് ഇയാളിങ്ങോട്ട് പറഞ്ഞ് ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. അയാളിങ്ങനെ നമ്മളെ ഫേസിൽ നിന്ന് അങ്ങോട്ട് മുഖം എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ പ്ലിങ്ങിച്ചിട്ട് എൻ്റെ ബേബി വന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് കൈ ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഈ കുട്ടിന്റെ തല എൻ്റെ കയ്യിലാണ്.
അതിൽ ഇവരെല്ലാരും കൂടി ഓടി വന്ന് റൂമിക്ക് മാറ്റി. അപ്പൊ അവര് പറഞ്ഞത് പ്രകാരം ഞാൻ നടന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. ഭയങ്കര കെയർലെസ് സ്വഭാവമായിപ്പോയി. അതെനിക്ക് ഞാൻ ഇതിന് മുന്നേ മെഡിക്കൽ കോളേജിൽ എന്തോ ഒരു ആക്സിഡന്റ് ചെറിയ സംഭവം ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കര നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രസവത്തിന് ഞാൻ അവിടെ പോയത്. പിന്നെ പക്ഷെ പ്രസവത്തിന്റെ ഒരു ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാ കൂടി പറയാനിപ്പോ ഈ വീഡിയോ മതിയാവൂല. പക്ഷെ അതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവര് ആ ഒരു അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, ഇയാൾ ഉള്ളു പരിശോധന എന്നൊക്കെ പറഞ്ഞ് കയ്യും കാലൊക്കെ ഇട്ട് നോക്കിയിട്ട് പോലും ഇയാൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഇയാളൊക്കെ എവിടുന്ന് പഠിച്ച ഡോക്ടറാണ്? എനിക്കാണെങ്കിൽ എനിക്ക് ഏകദേശം എന്നല്ല, എന്നെ സംബന്ധിച്ച് ഇന്റത് ഇതിനേക്കാളും ഒരു റിസ്ക് ഇല്ലാതെ പ്രസവിച്ച് പോരുന്ന പിറ്റേന്നായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പൊ ഈ 3 പ്രസവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മൂക്കാതെ പഴിപ്പിക്കുന്ന ഒരു ശീലമാണ് ഇന്നും ഹോസ്പിറ്റലുകൾ. അതാണ് ഹോസ്പിറ്റലുകാർക്ക്, അതുകൊണ്ടാണ് ഈ മഞ്ഞ പച്ച നീല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കെടുക്കുന്നത്. കാരണം ഗർഭാശയത്തില് ഇത്ര കാലം നിൽക്കേണ്ട ഒരു കുട്ടിനെ അവരിങ്ങനെ എടുക്കുകയാണ്. അപ്പൊ പിന്നെ ആ ഗർഭാശയത്തിന് കിട്ടേണ്ട പരിചരണം ഇവര് കുഞ്ചുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവര് അങ്ങനെ, കാരണം അതൊരു ബിസിനസ് ടെക്നിക്കാണ്. ഇത് നമ്മളെ പലർക്കും അറിയില്ലത്. കുട്ടികൾക്ക് മഞ്ഞയാണ്, അതുകൊണ്ട് ഇത്ര ദിവസം ഒന്നും ലക്ഷങ്ങൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു വിധം നിവർത്തുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പ്രസവിക്കാം. അപ്പൊ അത് പറയാം അത് റിസ്ക് അല്ലേ, അത് മറ്റേതല്ലേ. എല്ലാ പ്രസവം എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. പ്രസവം എന്നല്ല, ജീവിതം തന്നെ റിസ്ക് ആണ്. ജീവിതം എന്ന് പറഞ്ഞാൽ മരണം അതിന്റെ കൂടെ ഉണ്ട്. അതിപ്പോ നമ്മൾ നടന്നു പോകുന്ന നമ്മൾക്ക് മരിക്കാം, ഗർഭം ഉണ്ടാവുമ്പോൾ പ്രസവത്തിൽ മരിക്കാം, ഇനി ഒരു പനി വന്നിട്ട് മരിക്കാം, എങ്ങനെ സംഭവിക്കും. അപ്പൊ അതിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് മരിക്കണില്ലേ. പക്ഷെ ഏറ്റവും ഒരു വിധം നിവർത്തിണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ നിന്നൊക്കെ പ്രസവിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇത് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഇത് ഇവര് എന്തുകൊണ്ട് ഇത് കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ, ഇത് പ്രോത്സാഹിപ്പിച്ച എല്ലാവരും ഇതിന് തന്നെ നിൽക്കൂലേ. കാരണം അത്രയും റിസ്ക്ലെസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് പ്രസവം. പണ്ടൊക്കെ നമ്മള് വല്യമാരും വരൊക്കെ പറയില്ലേ, ഞാൻ എങ്ങനെ പോയി, അപ്പൊ വെള്ളം കൊണ്ടുവന്നപ്പോ ഞാൻ അവിടെ ഇരുന്നു പ്രസവിക്കാൻ മുട്ടി, അപ്പൊ പ്രസവിച്ചു പോകുന്നു, ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ച് പോകുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇവർ ഈ പ്രസവത്തിന്റെ ലാഘവത്തോടെ പറയുന്നത്. സത്യത്തിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഒരു പ്രസവം ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇനി വീട്ടിൽ വെച്ചിട്ട് പ്രസവിക്കാം. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് പ്രസവത്തിന്റെ റിസ്ക് കൂടും. ഏറ്റവും ചെറിയ പ്രായത്തിൽ നമുക്ക് പ്രസവിക്കുമ്പോൾ പ്രസവത്തിന് വളരെ റിസ്ക് കുറയുന്നതാണ്. നല്ലോണം ആരോഗ്യം വേണം, പ്രായം എന്നല്ല, ആരോഗ്യമാണ് അതിൻ്റെ ഒക്കെ ഒരു മാനദണ്ഡം. അപ്പൊ ഇതൊക്കെ എനിക്ക് ഈ ഗർഭിണികളോട് പറയാനുള്ളതാണ്. ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു വേദന ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോവുക. ഡോക്ടേഴ്സ് പറയും ഇന്ന ദിവസം അഡ്മിറ്റ് ആക്കണം. എന്തിനാ അങ്ങനെ അഡ്മിറ്റ് ആവണം? നമുക്ക് വേദന തുടങ്ങി അങ്ങേ തലത്തുമ്പോൾ നമ്മൾ പോയി പ്രസവിച്ച അത്രയും വേദന ഇല്ലെങ്കിലാണ് ഈ മരണതുല്യമായ, എനിക്ക് എൻ്റെ 2ാമത്തും 3ാമത്തതും മരണതുല്യമായ വേദനയായിരുന്നു സത്യം പറഞ്ഞാൽ. ആദ്യത്തേത് വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രീ ആയിട്ട് പ്രസവിച്ച് പോകുന്ന എനിക്ക് 2ഉം 3ഉം ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം 2ാമത്തും 3ാമത്തും ഈ പറഞ്ഞ പോലെ പഴുക്കാതെ കൃത്രിമമായിട്ട് പഴുപ്പിച്ചെടുക്കുക ചെയ്തത്. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് നേച്ചുറലായിട്ട് പഴുത്ത് വീഴുകയാണ് ചെയ്തത്. പഴുത്ത് വീഴുന്നതും കൃത്യമായിട്ട് പഴുക്കുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഇനിയെങ്കിലും നമ്മളെ ഗർഭിണികളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.